1992 മാർച്ച് 13 കാലിഫോർണിയയിൽ ഈസ്റ്റ് സാൻ ഹൊസയിലെ ഈ ഡെന്നിസ് ഡൈനറിൽ ഒരു ഉച്ചഭക്ഷണ സമയത്താണ് എൻവിഡിയയുടെ പിറവി. ഈ 3 പേരുടെ തലയിൽ ഉദിച്ച ആശയമായിരുന്നു എൻവിഡിയ. ഒന്നാമൻ ജെൻസൺ ഹോവാങ്, സെമി കണ്ടക്ടർ നിർമ്മാതാക്കളായ AMDയിൽ മൈക്രോ പ്രോസസർ ഡിസൈനറായ തായ്വാൻ വംശജനായ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. രണ്ടാമൻ ക്രിസ് മാലഷോവ്സ്കി, സൺ മൈക്രോ സിസ്റ്റംസിൽ എഞ്ചിനീയർ. മൂന്നാമൻ കർട്ടിസ് പ്രിയം, IBMൽ ഗ്രാഫിക്സ് പ്രോസസർ ഡിസൈനർ. 3 പേരും മുൻനിശ്ചയിച്ച പ്രകാരം ബെറീസ റോഡിലെ ഡെന്നിസ് ഡൈനറിൽ 1992 മാർച്ച് 13 ഉച്ചഭക്ഷണത്തിന് കണ്ടുമുട്ടുന്നു. വിഷയം പൊതുവായിരുന്നു. 3 പേരും നിലവിലെ തൊഴിൽ സ്ഥാപനങ്ങളിലും സാഹചര്യങ്ങളിലും അസംതൃപ്തരാണ്. സൺ മൈക്രോ സിസ്റ്റംസിൽ 3 പ്രമോഷനുകൾ നിഷേധിക്കപ്പെട്ട് ഒതുക്കിയിരിക്കുകയാണ് ക്രിസ് മാലഷോവ്സ്കിയെ. IBM തങ്ങളുടെ ഗ്രാഫിക്സ് പ്രോസസർ പ്ലാനുകൾ വിറ്റഴിക്കാനുള്ള തീരുമാനത്തിലായതിനാൽ കർട്ടിസ് പ്രയാമിനും കമ്പനി വിട്ടേ പറ്റൂ. കൂട്ടത്തിൽ അല്പം ഭേദപ്പെട്ട നിലയിലുള്ളത് ജെൻസൺ ഹോവാങ് ആയിരുന്നു. AMDയിൽ അടുത്തിടെ ഒരു പ്രമോഷനും ബോണസും കൈപ്പറ്റിയിരുന്നു ജെൻസൺ. 3 പേരും ചേർന്ന് ഒരു സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ക്രിസ് ആയിരുന്നു. ആക്സിലറേറ്റഡ് കമ്പ്യൂട്ടിംഗ് എന്ന അതുവരെ ആരും പരീക്ഷിച്ച് വിജയിച്ചിട്ടില്ലാത്ത സങ്കീർണമായ ബിസിനസ് മോഡൽ അവതരിപ്പിച്ചത് ജെൻസൺ ഹോവാങ്ങും. ഡിസൈൻ പ്രോട്ടോടൈപ്പ് കർട്ടിസ് പ്രയാമേറ്റു. എന്താണ് ജെൻസൺ ഹോവാങ് മുന്നോട്ട് വെച്ച ആക്സിലറേറ്റഡ് കമ്പ്യൂട്ടിംഗ്? ലളിതമായി പറഞ്ഞാൽ കമ്പ്യൂട്ടറുകളുടെ ഗ്രാഫിക്സ് ഇന്റർഫേസ് ശേഷി വർദ്ധിപ്പിക്കലാണത്. അതായത് 1993 ഇന്റൽ തങ്ങളുടെ ഏറ്റവും പവർഫുൾ എന്ന് അവകാശപ്പെട്ട പെന്റിയം പ്രോസസർ ശ്രേണി അവതരിപ്പിക്കുന്നത് തന്നെ. i586 എന്ന സാങ്കേതിക നാമമുള്ള ഈ സിംഗിൾ കോർ പ്രോസസറിൽ പോലും അക്കാലത്ത് 10 MBയിൽ താഴെയുള്ള ഒരു ചെറിയ ഇമേജ് പ്രോസസ് ചെയ്യാൻ മിനിറ്റുകൾ എടുത്തിരുന്നു. വലിയ ആർക്കേഡുകളിൽ നിന്നും ഗെയിം കൺസോളുകളിൽ നിന്നും ചെറിയ പേഴ്സണൽ കമ്പ്യൂട്ടറുകളിലേക്ക് വീഡിയോ ഗെയിമുകൾ ചേക്കറാൻ കാത്തിരിക്കുന്ന സമയം കൂടിയായിരുന്നു 90-കൾ. CPU ഒറ്റയ്ക്കുന്തിയാൽ വർദ്ധിച്ചു വരുന്ന ഈ റെൻഡറിംഗ് ആവശ്യകത നീങ്ങില്ലെന്നും ഇതിനൊരു സപ്ലിമെന്ററി ഗ്രാഫിക്സ് സപ്പോർട്ട് ചിപ്പ് ആവശ്യമുണ്ടെന്നും മനസ്സിലാക്കിയ സിലിക്കൺ വാലിയിലെ ചില വൻകിട ടെക് കമ്പനികൾ ആ വഴിക്ക് പരീക്ഷണം ആരംഭിച്ചിരുന്നു. അങ്ങനെയാണ് ആക്സിലറേറ്റഡ് കമ്പ്യൂട്ടിംഗ് സെഗ്മെന്റിൽ തങ്ങളുടെയും തോണിയിറക്കാൻ മൂവരും തീരുമാനിക്കുന്നത്. ആദ്യം ക്രിസും കർട്ടിസും ജോലി ഉപേക്ഷിച്ച് പുതിയ കമ്പനിയുടെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്ന ജോലികളിൽ വ്യാപൃതരായി. ഒരു വർഷത്തിനുള്ളിൽ AMDയോട് സലാം പറഞ്ഞ ജെൻസനും ഇവരോടൊപ്പം ചേർന്നു. 1993 ഏപ്രിൽ 5 ഫ്രേമണ്ടിൽ വാടകയ്ക്കെടുത്തൊരു കോണ്ടോയിൽ പേരിടാത്ത പുതിയ കമ്പനി പിറന്നു. മൂവരുടെയും കയ്യിൽ ആകെയുള്ളത് $40,000, ആദ്യത്തെ കമ്പനി മൂലധനം. തങ്ങളുടെ കമ്പനിയുടെ R&D ഡിപ്പാർട്ട്മെന്റ് തുറക്കുന്നതിന് പകരം കുറെ വിമാന ടിക്കറ്റുകളാണ് കമ്പനി ആദ്യം പർച്ചേസ് ചെയ്തത്. അമേരിക്കയിൽ അക്കാലത്ത് ചെറിയ കമ്പനികളിൽ നിക്ഷേപം നടത്തിയിരുന്ന VC ഫേമുകളും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർമാരെയും എല്ലാം പോയി കണ്ട് തങ്ങളുടെ ആശയം അവതരിപ്പിച്ചു. ജെൻസൺ ഹോവാങ് പിന്നെ വെളിപ്പെടുത്തിയത് 3 പേരും ചേർന്ന് ഏതാണ്ട് 120ഓളം പ്രസന്റേഷനുകൾ ഒരു വർഷത്തിനുള്ളിൽ നടത്തിയെന്നാണ്. എന്തായാലും ഒരിടത്ത് തിരകുത്തി. സെക്വയ ക്യാപിറ്റൽ $20 മില്യൺ പുതിയ ആശയത്തിൽ നിക്ഷേപിച്ചു. മൂവരുടെയും സാങ്കേതിക പരിജ്ഞാനവും ഊർജ്ജസ്വലതയും സെക്വയ മുഖവിലക്കെടുത്തു. കിട്ടിയ കാശിന്റെ ആദ്യ ഗഡു ഉപയോഗിച്ച് R&D ഡിപ്പാർട്ട്മെന്റ് തുറന്നു. 100ഓളം കമ്പ്യൂട്ടറുകളും 12 ജീവനക്കാരും പിന്നെ നമ്മുടെ 3 പേരും രാപകലില്ലാതെ തങ്ങളുടെ പുതിയ ഗ്രാഫിക്സ് സപ്പോർട്ടിംഗ് ചിപ്പിന്റെ ഡിസൈനിങ്ങിൽ മുഴുകി. കമ്പനിക്ക് ഒരു പേര് വേണമായിരുന്നു. ചിപ്പ് ഡിസൈൻ പ്രോഗ്രാമിംഗ് ഫയലുകളെല്ലാം ക്രിസും കർട്ടിസും കമ്പ്യൂട്ടറുകളിൽ സേവ് ചെയ്തിരുന്നത് NV എന്നീ 2 അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ്. നെക്സ്റ്റ് വേർഷൻ എന്നതിന്റെ ചുരുക്കെഴുത്താണ് NV. ഓരോ തവണ ചിപ്പിൽ മാറ്റം വരുത്തുമ്പോഴും NVക്കൊപ്പമുള്ള സീരിയൽ നമ്പറുകളും മാറിക്കൊണ്ടിരിക്കും. കമ്പനിയുടെ പേരും NV എന്ന് തന്നെ ആക്കിയാലോ എന്ന് ക്രിസ് അഭിപ്രായപ്പെട്ടു. എൻവിഷൻ എന്നാക്കാമെന്ന് കർട്ടിസ്. പേര് രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ എൻവിഷൻ ഒരു ടോയ്ലറ്റ് പേപ്പർ ബ്രാൻഡിൽ ഉപയോഗിക്കുന്നതായി കണ്ടു. ജെൻസന്റെ ഊഴമായിരുന്നു പിന്നീട്. പെട്ടെന്ന് മനസ്സിൽ വന്ന പേര് ജെൻസൺ ടൈപ്പ് ചെയ്തു. എൻവിഡിയ. NV എന്നർത്ഥം വരുന്ന എൻവിഡിയ എന്ന ലാറ്റിൻ വാക്കിന്റെ പരിഷ്കരിച്ച രൂപമായിരുന്നു എൻവിഡിയ. ആ പേര് ഉറച്ചു. അമേരിക്കയിൽ മാത്രം 70ഓളം സ്റ്റാർട്ടപ്പുകൾ ഇത്തരത്തിൽ ഗ്രാഫിക്സ് ചിപ്പുകൾ വികസിപ്പിക്കുന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു 90-കൾ. ഇതിൽ 2 മാത്രമാണ് അതിജീവിച്ചത്. എൻവിഡിയയും ATI ടെക്നോളജീസും. ATI പിന്നീട് AMDയിൽ ലയിച്ചു. എൻവിഡിയയുടെ ആദ്യത്തെ ഗ്രാഫിക്സ് ആക്സിലറേറ്റർ NV1 1995 നവംബറിൽ പുറത്തിറങ്ങി. മൂവർ സംഘത്തിന്റെ ഡിസൈൻ ഉപയോഗിച്ച് SGS തോംസൺ മൈക്രോ ഇലക്ട്രോണിക്സ് ആണ് ചിപ്പ് നിർമ്മിച്ചത്. അന്നും ഇന്നും സ്വന്തമായി ഒന്നും നിർമ്മിക്കുന്ന ശീലം എൻവിഡിയയ്ക്കില്ല. എല്ലാം ഔട്ട്സോഴ്സിംഗ് ആണ്. സത്യത്തിൽ ഒരു വിപ്ലവമായിരുന്നു NV1. അന്ന് വരെ ഉപയോഗിച്ചിരുന്ന ട്രയാങ്കിൾ പ്രിമിറ്റീവ് ടെക്നോളജി മാറ്റി ക്വാഡ്രിലാറ്ററൽ പ്രിമിറ്റീവ് ടെക്സ്ചർ മാപ്പിംഗ് ആദ്യമായി കൊണ്ടുവന്നത് NV1 ചിപ്പിലായിരുന്നു. 2D 3D ഗെയിമുകൾ റിയൽ ടൈം റെൻഡറിംഗ് സാധ്യമാക്കാൻ എതിരാളികൾ ചിന്തിക്കുക പോലും ചെയ്യാതെ ടെക്നോളജി. എന്നാൽ മൈക്രോസോഫ്റ്റ് കട്ടപ്പാരയുമായി വന്നു. തങ്ങളുടെ സ്വന്തം ഡയറക്ടെക്സ് പ്ലാറ്റ്ഫോം പുറത്തിറക്കിയ മൈക്രോസോഫ്റ്റ് മറ്റ് ഗ്രാഫിക്സ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് തങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വിലക്കി. മാത്രമല്ല എൻവിഡിയയുടെ ശവപ്പെട്ടിയിൽ അവസാനം അണിയടിച്ച് തങ്ങളുടെ ഡയറക്ടെക്സ് പ്ലാറ്റ്ഫോം ട്രയാങ്കിൾ പ്രിമിറ്റീവ് മാത്രമേ സപ്പോർട്ട് ചെയ്യൂ എന്നും പ്രഖ്യാപിച്ചു. എൻവിഡിയയുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് അവിടെ തീർന്നു. ബാങ്കിൽ ഇനിയൊന്നും അവശേഷിക്കുന്നില്ലെന്നും കമ്പനി അടച്ചുപൂട്ടുന്നതായും ജെൻസൺ ഹുവാങ് പ്രഖ്യാപിച്ചു. നിക്ഷേപകരെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ശ്രമിച്ചു. എൻവിഡിയയുടെ ചരിത്രത്തിലെ ആദ്യത്തെ അത്ഭുതം സംഭവിച്ചത് അവിടെയാണ്. ജാപ്പനീസ് വീഡിയോ ഗെയിം നിർമ്മാതാക്കളായ സെഗയുടെ ഡ്രീംകാസ്റ്റ് ഗെയിം കൺസോളിന് ചിപ്പുകൾ നിർമ്മിച്ചു നൽകാനുള്ള ഒരു കരാർ എൻവിഡിയക്ക് ലഭിച്ചിരുന്നു. ആ കരാർ പാലിക്കാൻ അവർക്കായില്ല. പണം തീർന്ന് പണി നിന്നു. എൻവിഡിയ സെഗയ്ക്ക് $1 മില്യൺ കടക്കാരായി. എന്നാൽ സെഗയുടെ പ്രസിഡന്റായിരുന്ന ഷോയിച്ചിറോ ഇരിമാജിരി ജെൻസൺ ഹുവാങ്ങിനെ കാണാനെത്തി. സെഗയ്ക്ക് ജെൻസണിൽ വിശ്വാസമുണ്ടെന്നും കമ്പനി അടച്ചുപൂട്ടേണ്ടെന്നും ആശ്വസിപ്പിച്ച് $5 മില്യൺ ചെക്ക് നീട്ടി. തനിക്ക് ഇന്നും അവിശ്വസനീയമായി മാത്രം തോന്നുന്ന കാര്യങ്ങളാണ് ആ രാത്രി സംഭവിച്ചതെന്ന് പിന്നീട് ജെൻസൺ ഹുവാങ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സെഗയുടെ $5 മില്യൺ ഇന്ന് 100 കണക്കിന്
ബില്യൺ മൂല്യമുള്ള നിക്ഷേപമായി എൻവിഡിയയിലുണ്ട്. എന്തായാലും 6 മാസത്തേക്ക് ഓടാനുള്ള ഇന്ധനം ലഭിച്ചു. അവിടെ നിന്ന് എൻവിഡിയ എഴുന്നേൽക്കുകയായിരുന്നു. 1996 കമ്പനി പുനഃസംഘടിപ്പിച്ചു. 100 പേരുണ്ടായിരുന്ന ജീവനക്കാരിൽ പകുതിയിലധികം പേരെ പിരിച്ചുവിട്ടു. ദിവസം 18 മണിക്കൂർ ഗ്രാഫിക്സ് ചിപ്പുകൾ ഡിസൈൻ ചെയ്യാൻ ജെൻസനും സംഘവും അത്യധ്വാനം ചെയ്തു. 1997 തങ്ങളുടെ ആദ്യത്തെ വിന്നർ എൻവിഡിയ പുറത്തിറക്കി. NV3 അഥവാ റിവ 128, ഒരു സമ്പൂർണ്ണ ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്, ലോകത്തിലെ ആദ്യത്തെ 3D പ്രോസസിംഗ് ആക്സിലറേഷൻ ചിപ്പ്. അത് പുറത്തിറക്കുന്ന ദിവസം കമ്പനിയുടെ അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്നത് 40 ജീവനക്കാർക്ക് 1 മാസം ശമ്പളം കൊടുക്കാനുള്ള പണം മാത്രം. പ്രൊഡക്റ്റ് പരാജയപ്പെട്ടാൽ കമ്പനി അടച്ചുപൂട്ടുക മാത്രം പ്രതിവിധി. എന്നാൽ അടുത്ത 4 മാസം കൊണ്ട് 10 ലക്ഷം റിവ 128 യൂണിറ്റുകൾ വിറ്റുപോയി. അക്കൗണ്ട് നിറഞ്ഞു. 1998 റിവ TNT പുറത്തിറങ്ങി. പിന്നെ എല്ലാം ചരിത്രം. 1999 ജനുവരി 22 എൻവിഡിയ നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്തു. ആ വർഷം തന്നെ GeForce 256 പുറത്തിറങ്ങി. എൻവിഡിയ വന്നതോടെയാണ് പേഴ്സണൽ കമ്പ്യൂട്ടർ ഗെയിമിംഗിന്റെ ചരിത്രം തന്നെ ആരംഭിക്കുന്നതെന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല. തുടക്കത്തിൽ തങ്ങൾക്ക് പാരവച്ച മൈക്രോസോഫ്റ്റ് എൻവിഡിയയ്ക്ക് കീഴടങ്ങി ഒരു കരാറിൽ ഏർപ്പെട്ടതും ആ വർഷം തന്നെ. മൈക്രോസോഫ്റ്റിന്റെ Xbox ഗെയിം കൺസോളിന്റെ ഗ്രാഫിക്സ് ഹാർഡ്വെയർ നിർമ്മാണ കരാർ. അടുത്ത വർഷം പ്ലേസ്റ്റേഷൻ GPU ഉണ്ടാക്കിയതും എൻവിഡിയ തന്നെ. 2001 സ്റ്റാൻഡേർഡ് ആൻഡ് പൂറിന്റെ S&P 500 ഇൻഡെക്സിൽ എൻറോണിനെ വെട്ടിമാറ്റി എൻവിഡിയ ഉൾപ്പെടുത്തി. വെറും 4 വർഷം കൊണ്ട് ഒരു കമ്പനിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത നേട്ടം. 2007 ഫോബ്സിന്റെ കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരവും. ഇതിനിടെ നിരവധി ഏറ്റെടുക്കലുകൾ. 3DFX, Xluna, iReady, MediaQ, ULA ഇലക്ട്രോണിക്സ്, പോർട്ടൽ പ്ലെയർ, മെലാനോക്സ് ടെക്നോളജീസ്, ക്യുമുലസ് നെറ്റ്വർക്സ്, അങ്ങനെ 100-ലേറെ കമ്പനികളെ 2000 മുതൽ 2023 വരെയുള്ള കാലയളവിൽ എൻവിഡിയ ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ ശൈലി അതാണ്. എവിടെയെങ്കിലും ഒരു കോമ്പറ്റീറ്റർ തലപൊക്കിയാൽ ഉടൻ അവരെ വിഴുങ്ങി ലയിപ്പിക്കുക. ലോകത്തിന്റെ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ 90% ഇന്ന് നടക്കുന്നത് എൻവിഡിയ സെർവർ ഹാർഡ്വെയറിലൂടെയാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. ലോകത്തിന്റെ 65% ഇന്റർനെറ്റ് ട്രാഫിക് നടക്കുന്ന ക്ലൗഡ് സർവീസ് പ്രൊവൈഡർമാരായ ആമസോൺ വെബ് സർവീസും ഗൂഗിൾ ക്ലൗഡും ഉപയോഗിക്കുന്നത് 100% എൻവിഡിയയുടെ സെർവർ ഹാർഡ്വെയർ ആണ്. തങ്ങളുടെ ഡാറ്റാ സെന്ററുകളിലേക്ക് അടുത്ത 25 വർഷത്തേക്കുള്ള സെർവറുകൾ വരെ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഈ 2 കമ്പനികളും. ലോക്കൽ സെർവറുകളിൽ 20% ഉപയോഗിക്കുന്നത് എൻവിഡിയ തന്നെ. ബാങ്കുകൾ, സർവകലാശാലകൾ, ഏവിയേഷൻ, ഡിഫൻസ്, റെയിൽവേ, ഹെൽത്ത് കെയർ, അങ്ങനെ എൻവിഡിയ ഹാർഡ്വെയറിലാണ് ലോകം ചലിക്കുന്നത്. ഡീപ് ന്യൂറൽ നെറ്റ്വർക്കിൽ ലോകത്ത് സമാനതകളില്ലാത്ത ഹാർഡ്വെയർ നിർമ്മാതാക്കളാണ് എൻവിഡിയ. ChatGPT മുതൽ ന്യൂറാലിങ്ക് വരെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭീമന്മാർക്ക് മില്യൺ കണക്കിന് ചിപ്പ് ലെയറുകളാണ് എൻവിഡിയ വർഷം തോറും നൽകുന്നത്. കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്ന റോബോട്ടുകളും മെഷീൻ ലേണിംഗ് ആവശ്യമുള്ള വൻകിട റിസർച്ച് പ്രോഗ്രാമുകളും നാസയുടെ സൂപ്പർ കമ്പ്യൂട്ടറുകളും എല്ലാം ഉപയോഗിക്കുന്നത് എൻവിഡിയ ഹാർഡ്വെയർ തന്നെ. 2024 മാർച്ച് 1 എൻവിഡിയയുടെ വാല്യൂഷൻ $2 ട്രില്യൺ ആപ്പിളിനും മൈക്രോസോഫ്റ്റിനും ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന 3ാമത്തെ അമേരിക്കൻ കമ്പനി. $1 ട്രില്യൺ നിന്നും $2 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉയർത്താൻ എൻവിഡിയയ്ക്ക് വേണ്ടി വന്നത് വെറും 180 ദിവസങ്ങൾ മാത്രമായിരുന്നു. 60 ദിവസം കഴിഞ്ഞ 2024 ജൂൺ ആദ്യവാരം എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3 ട്രില്യൺ എത്തി. 2024 ജൂൺ 10 ആപ്പിളിനെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി എൻവിഡിയ S&P 500 ഇൻഡെക്സിൽ 1ാമതെത്തി. നമ്മുടെ കൺമുന്നിൽ നടക്കുന്നതല്ലെങ്കിൽ ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ലായിരുന്നു. 31 വർഷം മുമ്പ് 1992 മാർച്ചിൽ ഉച്ചനേരത്ത് ബെരീസ റോഡിലെ ഡെന്നിസ് ഡൈനറിൽ എൻവിഡിയ പിറന്ന ലഞ്ചിന്റെ ഓർമ്മ പുതുക്കാൻ 2023 സെപ്റ്റംബർ 26 മൂവർസംഘം വീണ്ടും ഒത്തുകൂടി. അന്ന് ഡെന്നിസ് ഡൈനർ CEO കെല്ലി വലാഡയാണ് ആ സംഘത്തെ സ്വീകരിച്ചത്. എൻവിഡിയ ബർത്ത് പ്ലേസ് എന്ന ഫലകം ഡൈനറിൽ സ്ഥാപിച്ചാണ് ആ ചടങ്ങ് അവസാനിച്ചത്. ഇന്ന് ടെക് എന്തൂസിയസ്റ്റുകളുടെ ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ് ഈ ഡൈനർ. യൗവനത്തിലേക്ക് കടന്നിട്ടേയുള്ളൂ എൻവിഡിയ. അവരിനി എന്തെല്ലാമാണ് ചെയ്യാനിരിക്കുന്നതെന്ന ലോകം കാത്തിരിക്കുന്നു. ഡീപ് ന്യൂറൽ നെറ്റ്വർക്കിലും നിർമ്മിത ബുദ്ധിയിലും മനുഷ്യ ചരിത്രം മാറ്റിയെഴുതുന്ന കണ്ടുപിടുത്തങ്ങളുമായി ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്നാണ് ജെൻസൺ ഹുവാങ് പറഞ്ഞത്. കാത്തിരിക്കാം ഈ നൂറ്റാണ്ടിന്റെ കമ്പനിയുടെ അത്ഭുതങ്ങൾക്കായി. നന്ദി.